നടൻ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി 2014-ൽ ചെന്നൈയിൽ വെച്ചൊരു സംഘത്തിന് മുൻപിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. എതിർത്തപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും പ്രായപൂർത്തിയാകാത്തതിനാലാണ് അന്ന് പരാതി നൽകാതിരുന്നതെന്നും യുവതി പറയുന്നു. നിലവിൽ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. സിനിമയിലെ തന്നെ 4 പ്രമുഖ നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി രംഗത്തെത്തിയ ആലുവ സ്വദേശിയായ നടിക്കെതിരെയാണ് ഇപ്പോൾ ബന്ധു കൂടിയായിട്ടുള്ള യുവതി പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെയും തന്റെ മാതാവിനെയും ചെന്നൈയിലേക്ക് ഈ നടി വിളിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ എത്തിയതിനു ശേഷം ഒരു ഹോട്ടലിലേക്ക് ഓഡീഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി അതവിടെ ഒരു ഓഡീഷൻ നടക്കുന്ന ഒരു സാഹചര്യമായി തനിക്ക് തോന്നിയില്ല. ആ സമയത്ത് തന്നെ 3-4 പുരുഷന്മാർ തന്റെ അടുത്തേക്ക് വരികയും തന്റെ അനുവാദമില്ലാതെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്തു. ഇത് താൻ തടഞ്ഞതിനെ തുടർന്ന് വലിയ ബഹളമുണ്ടാക്കുകയും പിന്നീട് ഈ നടിയുമായി തർക്കമുണ്ടായതിനു ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞതെന്നുകൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ റൂമിൽ ചെന്നപ്പോ അവിടെ ഒരു 5-6 ആൾക്കാരുണ്ട്. ഈ പുള്ളിക്കാരി ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾ വന്ന് ഷേക്ക് ഹാൻഡ് വന്നു. മറ്റേ ആള് വന്നിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ മുടിയിലും മുഖത്തും തോളിലൊക്കെ പിടിക്കാൻ ശ്രമിക്കും. ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്തു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് എന്റെ മുഖത്തും കവിളിലും മുടിലൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ബഹളം വെച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, ആദ്യം ഇവർ പറഞ്ഞു കുഴപ്പമില്ല നിൽക്കുന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഷൗട്ട് ചെയ്തപ്പോൾ, ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇവർ എന്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തു. പെട്ടെന്ന് ടോണൊക്കെ മാറി നോർമലായിട്ട് എന്തെങ്കിലും ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് പുള്ളിക്കാരി ഇതുപോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് എന്തോ നല്ല കാര്യമായിട്ട് അവർ പറയുന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സ്റ്റേബിൾ ആയി. ഈ സംഭവം നടന്ന ഉടൻ തന്നെ താൻ തന്റെ മാതാവിനോടും സഹോദരനോടും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായിരുന്നില്ല. തന്റെ ഒരു പ്രായവും ഒപ്പം ഭാവിയും അത് കുടുംബത്തിനും തനിക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോലീസിൽ പരാതിപ്പെടാതിരുന്നത്. പക്ഷെ ഇന്ന് തനിക്ക് 26 വയസ്സായി. തനിക്ക് ഇപ്പോൾ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല. അതിന് ആ ഒരു രീതിയിലേക്ക് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചതെന്ന് കൂടി ഈ പെൺകുട്ടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും ഒപ്പം അന്വേഷണ സംഘത്തിന് മുന്നിലും ഇക്കാര്യങ്ങൾ പറയാനും പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് മാത്രമല്ല, ഇതിനു മുൻപും അതായത് തന്നോട് പറഞ്ഞിരുന്നു താൻ മാത്രമല്ല മറ്റും ചില പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയായി തന്നെ ഒരു അംഗം കൂടിയാണ് ഈ നടി എന്നുകൂടി ഈ പെൺകുട്ടി പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് നടി. തന്നെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ തേടി പലതവണ ഈ പെൺകുട്ടിയും അമ്മയും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി. എനിക്കെതിരെ ഓപ്പോസിറ്റ് ടീം കളിച്ച ഒരു വൃത്തികെട്ട ഗെയിമാണ് ഇത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. അമ്മയും മകളും ചെന്നൈയിൽ വന്നത് എന്നത് സത്യമാണ്. 3 ദിവസം അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ കുട്ടികളും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അമ്മയും മകളും കൂടെ വരുവോ? അല്ലെങ്കിൽ ഒരമ്മയുള്ളപ്പോ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുവോ? ഇനി ഇതുവരെയും എന്നെ ഒരു പോലീസ് ഓഫീസേഴ്സ് ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇനി ഞാൻ താമസിച്ച ഫ്ളാറ്റിൽ തന്നെ ഇവർ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഈ മിനു എന്തായിരുന്നു എന്ന്. അന്നും ഞാൻ ഒരുപാട് പ്രോഗ്രാം ഒക്കെ അവിടെ ചെയ്യുകയും ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് കേരളത്തിലേക്കാളും കൂടുതൽ ഫാൻസും ഉള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പം എനിക്ക് ഒരു മോളുള്ളതാണ്. ഒരിക്കലും ഈ കാര്യം ആ പെൺകൊച്ചിന്റെ അമ്മയും ഒരുപാട് കേസുകളിൽ പെട്ട ഒരു അമ്മയും മകളുമാണ്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അവരെ കുറിച്ച് ചോദിച്ചാൽ മുഴുവൻ ഹിസ്റ്ററിയും അവരെ കുറിച്ച് കിട്ടും. അതുപോലെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആ കൊച്ചിനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, എല്ലാ കള്ളവും പുറത്തു വരും. എനിക്കൊരു പേടിയുമില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പേടിച്ചാൽ പോരെ. എനിക്കൊരു പേടിയുമില്ല. ആ കുട്ടി പറയുന്നത് ഇവര് കാശിന് വേണ്ടി അമ്മയും മോളും എന്ത് വേണമെങ്കിലും ചെയ്യും.
അപ്പൊ കാശ് എന്തോ ആരോ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ പുറത്ത് പറയുന്ന പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം. ഹേമ